കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ. നമ്മുടെ രക്ഷ അവിടെയല്ല. നമ്മുടെ രക്ഷ എന്താന്ന് വെച്ചാൽ കാശുണ്ടാവട്ടെ, കാശുണ്ടാവട്ടെ. പണ്ട് കാലത്തൊക്കെ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞാല് കമിഴ്ന്ന് കിടന്നിട്ട് പ്രാർത്ഥിക്കും. എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കമിഴ്ന്ന് കിടക്കലുണ്ട്. ഇപ്പില്ലത്. ഇപ്പൊ ഇത് കഴിയുമ്പോഴേക്കും ഓട്ടാണ്. ആ കമിഴ്ന്ന് കിടക്കണേലാണ് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കും, കമിഴ്ന്ന് കിടക്കട്ടെ മോനെ പ്രാർത്ഥിക്കേ. അപ്പൊ കുട്ടി കമിഴ്ന്ന കിടക്കുക, കണ്ണൊക്കെ അടച്ച് കമിഴ്ന്ന് കിടക്കും. ആദ്യത്തെ കാര്യം, അപ്പച്ചനെ കാശുണ്ടാവണേ, അപ്പച്ചന് കാശുണ്ടാവണേ. രണ്ടാമത്, അപ്പച്ചനെ കോക്കാൻ പിടിക്കലേ, അപ്പച്ചനെ കോക്കാൻ പിടിക്കല്ലേ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പച്ചനെ കോക്കാൻ പിടിക്കരുത്, അപ്പച്ചന് കാശുണ്ടാവണം, അപ്പച്ചന് വാവുണ്ടാവല്ലേ, അപ്പച്ചന് വാവുണ്ടാവല്ലേ. ഈ 3 കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞു. 3 കാര്യം. അപ്പച്ചന് വാവുണ്ടാവാൻ പാടില്ല. വാവുണ്ടായാൽ എന്താന്ന്, കാശ് എവിടേക്കാ പോണത്? വാവുണ്ടായാലേ പ്രാർത്ഥിക്കും മോൻ. അപ്പച്ചന് വാവുണ്ടാവില്ല, അപ്പച്ചന് വാവുണ്ടാവില്ല, അപ്പച്ചന് വാവുണ്ടാവില്ലേ. രണ്ടാമത്തത്, അപ്പച്ചന് കോക്കാൻ പിടിക്കല്ലേ. ഈ കോക്കാൻ പിടിച്ചിട്ട് ചില അപ്പന്മാരുണ്ട്, എന്റെ അമ്മ വീട്ടിൽ സഹിക്കാൻ പറ്റില്ലേ കോക്കാൻ പിടിച്ചിട്ട്. കോക്കാൻ എന്നൊക്കെ പറയുന്നത്. 3ാമത്തെ കാര്യമാണ്, അപ്പച്ചന് കാശുണ്ടാവണേ. അതല്ല കുമ്പിള്ളേര്, കാശുണ്ടാവട്ടെ. അപ്പന് കാശിലേക്ക് ഗുണല്ലേ. അപ്പനെ കോക്കാൻ പിടിച്ചോണ്ട് കുഴപ്പമില്ല, പക്ഷെ അപ്പന് കാശുണ്ടായാലാണ് നമുക്ക് ഗുണമല്ലോ. ഇതാണ് നമ്മുടെ രക്ഷ. ഏത്?